ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് പോകുന്നത് ആലപ്പുഴ ബീച്ചിലേക്കാണ്. അതിനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആലപ്പുഴയ്ക്കുള്ള KSRTC കിട്ടും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടി വന്നു, വണ്ടിയിൽ കയറി. അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഈ ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ആലപ്പുഴയിൽ ചെന്നിട്ട് നമ്മുടെ ആലപ്പുഴ ബസ് സ്റ്റാൻഡിലേക്ക് ഇവിടെ വൈക്കത്തു നിന്നുള്ള വണ്ടിയൊന്നും പോകുന്നില്ല. പകുതി വഴി അവിടെ ആ പാലത്തിൻ്റെ ഇപ്പുറം വന്ന് നിർത്തുവേ. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഓട്ടോയ്ക്കാണ് ഞങ്ങളിപ്പോൾ ബീച്ചിലേക്ക് പോകുന്നത് കേട്ടോ. ശരിക്കും ആലപ്പുഴയിൽ ഈ പണി നടക്കണതുകൊണ്ട് ഫുള്ള് വണ്ടി വരുന്നത് എതിലെയാണെന്നും ബസ് പോകണത് എതിലെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാനാണെങ്കിൽ പോയിട്ട് കുറേ നാളുമായി. അതിനുശേഷം ഞങ്ങളൊരു ഓട്ടോ വിളിച്ചാണ് ബീച്ചിലേക്ക് പോകുന്നത്. നേരത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ നമുക്ക് നേരെ പോകും. ബസ്സിന് പോയി ഞാനങ്ങനെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോകുന്നത്. ഞങ്ങളിതാ ഇവിടെ എത്തിയപ്പം ഒരു ട്രെയിൻ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. റെയിൽവേ ക്രോസിൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് ഓട്ടോ വണ്ടി നിർത്തിയിട്ട്. അപ്പോൾ ഈ നിർത്തിയ സ്ഥലത്ത് നല്ല തണലുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരുന്നേ, ഫുള്ള് നല്ല വെയിലും ചൂടുമാണ്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിർത്തിയിട്ട് അതിന് എല്ലാ വണ്ടികളും അവിടെ തന്നെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം റെയിൽവേ ക്രോസിൻ്റെ അവിടെ ആയതുകൊണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കുറേ നാൾ മുന്നേ പോയത് ഈ ആലപ്പുഴയ്ക്ക് ബീച്ചിൽ. അന്ന് ഈ പറഞ്ഞ പോലെ കാറിന് പോകണതുകൊണ്ട് നമ്മൾ അത്ര ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞില്ല. പക്ഷേ ആലപ്പുഴ ഫുള്ള് പാലം പണിയുടെ അത് റെയിൽവേ ക്രോസ് നമ്മൾ ക്രോസ് ചെയ്ത് നമ്മുടെ ഓട്ടോ ഫ്രണ്ടിലോട്ട് പോകുന്നു. അതിനുശേഷം അവിടെ നിർത്തി ഞങ്ങൾ ബീച്ചിലേക്ക്. ഇതുകൊണ്ട് ഇവിടെയൊക്കെ പണികൾ നടക്കുവാണ്. പണി നടക്കണതിൻ്റെ എല്ലാ ഇതും കാണുന്നുണ്ട്. അവിടെ മുഴുവൻ കിളച്ചും അതുപോലെ ഓരോ സാധനങ്ങൾ കൊണ്ടുവച്ചൊക്കെ. പക്ഷേ ബീച്ചിൽ കണ്ട് ഒരുപാട് ഇപ്പോഴും ഉണ്ട്, വെക്കേഷനൊക്കെ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളും വന്നിട്ടുണ്ട്. എന്താ ബീച്ചിൽ മണൽ നന്നായിട്ട് ചൂടായിട്ടാണ് കിടക്കണത്. ഭയങ്കര ചൂട്, കാല് വെക്കാൻ പറ്റുന്നില്ല. 3 മണിയായി. 3 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. നല്ല ചൂടായിരുന്നേ. ഇതുകൊണ്ട് ഇതൊക്കെ ഇതെനിക്ക് തോന്നുന്നുണ്ടോ, ഇതെന്ന് പറയുമ്പോൾ ഇതിന് വീലുണ്ട് കേട്ടോ. താഴത്തേക്ക് വരുമ്പോൾ ഇത് പാരച്യൂട്ടാണ്. ഈ പാരച്യൂട്ടിലൊക്കെ ആളുകൾ കയറുന്നുണ്ട്. അതിങ്ങനെ മുകളിലോട്ട് പറഞ്ഞ് ഒരു റൗണ്ട് എന്തോ ചുറ്റി വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടേ ഉള്ളൂ. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നേരെ ഞങ്ങൾ ബജിക്കട കണ്ട്. ബജിക്കടയൊക്കെ തുറന്ന് വന്നേ ഉള്ളൂ. ഞങ്ങൾ എന്നാലും അതിൻ്റെ അകത്തേക്ക് ബജിക്കടയിൽ കണ്ട് അവിടെ കയറി. എന്ന് പറയുക സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് തുടങ്ങണേ ഉള്ളൂ അവർ ബജിയുടെ. പക്ഷെ നല്ല സാധനങ്ങളായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം കോളിഫ്ലവറിൻ്റെ ഒരു പ്ലേറ്റ് വാങ്ങിച്ച് അത് കഴിച്ചു. പിന്നെ മുട്ട ബജി വാങ്ങിച്ചു, മുട്ടയുടെ ബജിയും വാങ്ങിച്ചു, അതും കഴിച്ച്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം ഈ ചെറിയ പ്ലേറ്റ് ആയതുകൊണ്ടേ നമ്മൾ 3 പേരുണ്ടായിരുന്നേ. പിന്നെ ചിക്കൻ വാങ്ങിച്ചു, പിന്നെ കപ്പയും കക്കയിറച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അതൊന്നും വാങ്ങിച്ചില്ല. അതെല്ലാം കഴിച്ച് പിന്നെ അവിടുത്തെ കാഴ്ചകൾ കണ്ട് ഈ തൊട്ടി, അതുപോലെ തൊട്ടപ്പുറം ഈ അപ്രത്യക്ഷമാവുന്ന വെള്ളച്ചാട്ടം, അതൊന്നും പക്ഷെ തുടങ്ങിയിട്ടില്ല കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്. നിങ്ങൾ ആലപ്പുഴ അടുത്തുള്ള ആളുകളാണെങ്കിൽ മസ്റ്റായിട്ടും ആലപ്പുഴ ബീച്ചിൽ നിങ്ങളുടെ കുട്ടികളെയൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കണം കേട്ടോ. അതിനുശേഷം രണ്ടും കൂടെ ഞങ്ങൾ നോക്കിയപ്പോൾ ഭയങ്കര വെയിലും, ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല. നേരെ കടലിലേക്ക് പോയി അവർ പിള്ളേർ ഇതുണ്ട്. സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട് ഇവിടെ. സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കവിടെ അതിന് എമൗണ്ടും കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ല കേട്ടോ. കാരണം നമ്മൾ കയറുന്നില്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. അതുപോലെ ഒരുപാട് ഐറ്റംസ്, അത് കുതിര, അങ്ങനെ ഒത്തിരി ഐറ്റംസ്. ശരിക്കും എനിക്ക് തോന്നുന്നത് 6 മണി കഴിയുമ്പോഴാണ് പതുക്കെ ഇത് നന്നായിട്ട് ആക്ടിവേറ്റ് ആവണത്. ഇതാ പിള്ളേർ ഓടിപ്പോയിട്ടുണ്ട് കേട്ടോ കടലിലേക്ക്. രണ്ടും ശരിക്കും തിമിർത്ത് ഇന്നലെ കടലിൽ പോയിട്ട്. അതും കടൽ വെള്ളമല്ല, മണ്ണായിരുന്നു കൂടുതൽ. ഇവർ മണൽ കടത്താൻ വേണ്ടി അവിടെ പോയതാണ് സംശയം. അതുകൊണ്ട് ഇതാണ് സ്പീഡ് ബോട്ട്. ഒരുപാട് ആളുകൾ സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ചാർജൊന്നും ഞങ്ങൾ ചോദിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്കറിയില്ല. രണ്ടും കൂടെ നിൽക്കണം കേട്ടോ. രണ്ടും കൂടെ മണൽ വാരി ദേഹം മൊത്തം മണ്ണായി കേട്ടോ. വിളിച്ചിട്ടൊന്നും വന്നില്ല. എന്നിട്ട് വെള്ളം കാണാതെ കിടക്കണ കുട്ടികൾ കാണിക്കണമല്ലോ രണ്ടും കൂടെ കിടന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. മേല് ഫുള്ള് മണ്ണുമാക്കി. പിന്നെ നമുക്കവിടെ ഡ്രസ്സ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം ഉള്ളത് കൊണ്ട് പിന്നെ അവിടെ പോയി നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്യാം. ഇത് കണ്ടോ, ഇത് മണലിൽ ഓടിക്കുന്ന ടൈപ്പ് വണ്ടിയാണ്. ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ടെന്നല്ലാതെ മരുഭൂമിയിലൊക്കെ ഇങ്ങനെ ഓടിക്കണം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചോദിച്ചില്ല. പിന്നെ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ ആളുകളുണ്ട്. വീണ്ടും ഞങ്ങൾ പിള്ളേർ ഡ്രസ്സൊക്കെ മാറി എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ബജി, ഇത് ചിക്കൻ്റെ എന്തൊരു സംഭവമാണ് ഈ സാധനങ്ങൾ. പിന്നെ മുളക് ബജി, ഉള്ളിപ്പക്കോട, ഇതൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിച്ച്. പിന്നെ ചായയും നല്ല പിള്ളേർ വെള്ളത്തിൽ കിടന്നാലേ കോഫിയൊക്കെ വാങ്ങിച്ച് കഴിച്ച്. ഇതെല്ലാം കഴിച്ച് എന്നാൽ നമുക്ക് അങ്ങോട്ട് കറങ്ങാമെന്ന് പറഞ്ഞ് വന്നപ്പോൾ ഈ വള്ളം കണ്ടപ്പോൾ, ഈ ബോട്ടില്ലേ ഇത് കണ്ടപ്പോൾ അതുങ്ങൾക്ക് അവിടെ കയറണം. രണ്ടും കൂടെ തുള്ളിക്കളിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി. അതിൻ്റെ ഉള്ളിൽ കയറിയത് മാത്രം അറിയാം. അവിടെ കിടന്ന് അയ്യ കൊട്ടി കരച്ചിലാണ് കേട്ടോ.
അതെനിക്ക് സൂം ചെയ്തിട്ട് കറക്റ്റായിട്ട് കിട്ടിയില്ല. രണ്ടും കൂടെ ഭയങ്കര ബഹളമായിരുന്നു. കയറിപ്പോയത് അങ്ങോട്ട് ഭയങ്കര തുള്ളിക്കളിച്ചാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലിരുന്ന് അത് അവർ മാത്രമല്ല, അതിലിരിക്കുന്ന എല്ലാ ആൾക്കാരും കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അതിൽ ഐസ്ക്രീമും കഴിച്ച്. ഇതാണ് ബീച്ചിൻ്റെ ഭംഗി കേട്ടോ. കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ ക്യാമറയിൽ ഇത്ര ക്ലിയർ ആയോളെ, ഫോണിൻ്റെ ക്യാമറ ഇരുട്ടുമായി തുടങ്ങിയായിരുന്നേ. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു. കാരണം ഒത്തിരി ലേറ്റായി, ഞങ്ങൾക്ക് ബസ് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ വേറൊരു ഓട്ടോ വിളിച്ച്. പക്ഷേ ഞങ്ങൾ നിന്ന സ്ഥലത്തേക്ക് ആദ്യം പോയത്, ബസ് ഇറങ്ങിയ സ്ഥലത്തേക്ക്. പക്ഷേ അവിടെ ബസ് ലാസ്റ്റ് വണ്ടി പോയി. അതിനുശേഷം ഞങ്ങൾ KSRTC ആലപ്പുഴ സ്റ്റാൻഡിൽ പോയി. ഞങ്ങൾക്ക് KSRTC കിടക്കുന്നുണ്ടായിരുന്നു ബസ്. ഞങ്ങൾ അതിൽ കയറി പോന്നു. അപ്പം ഇന്നത്തെ വിശേഷം കഴിഞ്ഞു കൂട്ടുകാരെ.